Dear students, welcome to our channel Teachers Thought. NIOSൻ്റെ എല്ലാ വിദ്യാർത്ഥികളെയും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. മൊഡ്യൂൾ 1-ലെ മൂന്നാമത്തെ പാഠഭാഗമായ തുളസീദാസ് എന്ന പാഠഭാഗത്തിലെ ആശയങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമുക്ക് തുളസീദാസിനെ കുറിച്ച് പഠിക്കാം. തുളസീദാസ് ഭക്തി കാൽ की सगुन काव्यधारा के राम भक्त कवि है. തുളസീദാസ് ഭക്തികാലത്തിലെ സഗുൺ കാവ്യധാരയിലെ രാമഭക്തി കവിയായിരുന്നു. തുളസീദാസ് ശ്രീരാമൻ്റെ ഭക്തനായ ഒരു കവിയായിരുന്നു. उनका जन्म उत्तर प्रदेश के सोरोम नामक स्थान में हुआ. उनका जन्म അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലെ സോരോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. कहा जाता है कि उनका प्रारंभिक जीवन बड़ी कठिनाइयों के बीता. बाबा नरहरिदास के वे शिष्य थे और 1900 राम कथा में दीक्षित हुए. കഹാ ജാത്ത ഹേ അതായത് ഇങ്ങനെ പറയുന്നു. എന്താണ് പറയുന്നത്? ഉൻക പ്രാരംഭിക് ജീവൻ, അദ്ദേഹത്തിൻ്റെ പ്രാഥമിക അതായത് ചെറുപ്പകാലത്തുള്ള ആ ഒരു ജീവിതം എന്ന് പറയുന്നത് ബഡി കഠിനായോ വളരെ ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലങ്ങളിലുള്ള ജീവിതം. അദ്ദേഹം ബാബ നരഹരിദാസിൻ്റെ ശിഷ്യനായിരുന്നു. അതിനുപരി അദ്ദേഹം രാമകഥ കേട്ട് ശ്രീരാമചന്ദ്രൻ്റെ കഥകൾ കേട്ടുകൊണ്ടാണ് വളർന്നത്. തുളസീദാസ് के लिखे हुए छोटे बड़े 12 ग्रंथों का उल्लेख किया है. തുളസീദാസ് ഒരുപാട് ചെറിയ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇൻമി പ്രമുഖ ഹേ, അതിൽ പ്രധാനപ്പെട്ടത് ദോഹാവലി, കവിതാവലി, ഗീതാവലി, രാമചരിതമാനസ് और വിനയ പത്രിക. അതിൽ പ്രധാനപ്പെട്ടത് ദോഹാവലി, കവിതാവലി, ഗീതാവലി, രാമചരിതമാനസ്, വിനയ പത്രിക. ഇതായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഗ്രന്ഥങ്ങൾ. രാമചരിതമാനസത്തിൽ हिंदुओं का एक पवित्र धार्मिक ग्रंथ है. തുളസീദാസ് ജിയുടെ രാമചരിതമാനസത്തിൽ ഹിന്ദുക്കളുടെ ഒരു ധാർമ്മിക ഗ്രന്ഥമായിട്ടാണ് കണക്കാക്കുന്നത്. ഇൻകാ പാഠ് ഘർ ഘർ മേ പഠന ശുഭ മാനാ ജാത്താ ഹേ. ഈ രാമചരിതമാനസം വീടുകളിൽ വായിക്കുന്നത് ശുഭ മാനാ ജാത്താ ഹേ, ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത്. ഇൻ ഗ്രന്ഥമേ രാമ കി കഥാ കാ വർണ്ണൻ ഹേ. ഈ ഗ്രന്ഥത്തിൽ രാമൻ്റെ കഥയെയാണ് വർണ്ണിച്ചിട്ടുള്ളത്. രാജാ ദശരഥ് അയോധ്യ കി രാജാ ഥേ. രാജാവായ ദശരഥ മഹാരാജാവ് അയോധ്യയിലെ രാജാവായിരുന്നു. ഉൻകെ 4 പുത്ര ഥേ. അദ്ദേഹത്തിന് 4 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. രാം, ലക്ഷ്മൺ, ഭരത് और ശത്രുഘ്ൻ. അദ്ദേഹത്തിന് 4 മക്കളുടെ പേരാണ് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. उनके बड़े पुत्र राम अपने पिता माता की आज्ञा पालन करने वाला तथा अपने भाइयों के अपार स्नेह करने वाले हैं. उनके बड़े पुत्र, അയോധ്യയിലെ രാജാവായ ദശരഥൻ്റെ മൂത്ത പുത്രനായ രാമൻ, അപ്നെ പിതാ മാതാക്കി ആജ്ഞ, അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എന്ത് കാര്യം പറഞ്ഞാലും അനുസരിക്കുമായിരുന്നു. അപ്നെ ഭായിയോം കാ, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെ, അപാർ സ്നേഹ കർണേ വാലേ ഹേ, അപാരമായി വളരെയധികം അത്യധികം സ്നേഹിച്ചിരുന്നു. ഇസ് പാഠ് മേ
राम एवं उनके छोटे भाई ഭരത് के प्रेम का मार्मिक वर्णन किया है. ഈ പാഠഭാഗത്തിൽ രാമൻ അദ്ദേഹത്തിൻ്റെ ചോട്ടെ ബായി സഹോദരനായ ഭരതൻ്റെ പ്രേമവുമാണ് ഭരതനോടുള്ള സ്നേഹവുമാണ് കവി വർണ്ണിച്ചിട്ടുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിലെ ഉത്തരങ്ങളുമാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, രാമ के वन जाने का दुख सबसे अधिक किसको होता है? രാമൻ വനത്തിലേക്ക് പോകുന്നതിന് ഏറ്റവും കൂടുതൽ ദുഃഖമനുഭവിച്ചത് ആര്? ഉത്തരം ഭരതൻ. सेकंड क्वेश्चन, कैकेयी ने कौन से 2 वरदान मांगे? കൈകേയി 2 വരങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? രാമു को 14 वर्ष का वनवास, दूसरा भरत को രാജഗദ്ദി. ഒന്നാമത്തെ വരം രാമു को 14 വർഷോं का वनवास, രാമൻ്റെ 14 കൊല്ലത്തെ വനവാസം. ദൂസര രണ്ടാമത്തെ ഭരത് को രാജഗദ്ദി, ഭരതൻ്റെ രാജാഭിഷേകം, അതായത് പട്ടാഭിഷേകം. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. നീരജ് നയൻ നേഹ് ജൽ ബാഡേ മീം കോൻസാ അലങ്കാർ ഹേ? ഈ വരിയിൽ എന്ത് അലങ്കാരമാണ് കവി ഉപയോഗിച്ചിട്ടുള്ളത്? ഉത്തരം ഉപമ. അടുത്ത ചോദ്യം, തുളസിക്ക് പ്രിയ ചന്ദ് കോൻസേ ഹേ? തുളസിയിലെ പ്രിയ ചന്ദ് ഏതാണ്? ഉത്തരം ദോഹ ഔർ ചൗപായിയാം. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. रामचरितमानस में प्रमुख रूप किन छंदों का प्रयोग किया गया है? രാമചരിതമാനസത്തിലെ ഏത് ഛന്ദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്? दोहा और चौपाई छंदों का प्रयोग किया गया है. അടുത്ത ചോദ്യം, ചൗപായി കിസ് പ്രകാർ കാ ഛന്ദ് ഹേ? ചൗപായി എപ്രകാരമുള്ള ഛന്ദാണ്? ചൗപായി മാത്രിക് ഛന്ദ് ഹേ. ചൗപായി എന്ന് പറയുന്നത് ഏത് ഛന്ദാണ്? മാത്രിക് ഛന്ദ് ഹേ. ചൗപായി ഛന്ദ് കാ പ്രയോഗ് മുഖ്യ രൂപ് കിസ് കിസ് കവിനെ കിയ? ചൗപായി ഛന്ദ് പ്രയോഗിച്ചിട്ടുള്ള 2 കവികളുണ്ടല്ലേ, അപ്പോൾ ഏതൊക്കെ കവികളായിരിക്കും? ഉത്തരം തുളസീദാസ്, ജായ്സി, മാലിക് മുഹമ്മദ് ജായ്സി. തുളസീദാസ് എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മുടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും പാഠഭാഗം കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Thank you, my dear children. See you again. Bye.